ഹായ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? അപ്പോൾ എന്നാളൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ 5-6 ദിവസമായിട്ട് അതിനൊസ് അഡ്മിറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ ഡിസ്ചാർജ് കിട്ടി, ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയും കൂടി നിൽക്കേണ്ടി വരുന്നതാണ് വിചാരിച്ചത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇൻഷുറൻസിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ അങ്ങോട്ട് ക്ലിയർ ആയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെന്ന ആദ്യ ദിവസം സംഭവം ഞാൻ ഉമ്മാനോടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അറിയായിരുന്നെങ്കിൽ എല്ലാം ക്ലിയർ ആയി പോയേനെ. പക്ഷെ ഞാൻ അവിടുന്ന് വന്ന് പിറ്റേ ദിവസം പോയപ്പോഴും ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല. അതായത് അടുത്ത ഓഫീസിലുള്ള ആളുകൾ പറഞ്ഞില്ല അങ്ങനെ ഇൻഷുറൻസ് ചെയ്യണം, അത് ഞാൻ പഞ്ച് ചെയ്താലേ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഇന്നലെയാണ് ഞാൻ ഇൻഷുറൻസ് പോയിട്ട് പഞ്ച് ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഇന്നലെ പഞ്ച് ചെയ്തത് കൊണ്ട് എന്തായി, ഇപ്പം ഇന്ന് വരെയുള്ള പേയ്മെൻറ്റ് എന്തായാലും നമ്മൾ കൊടുക്കണം. അത് നിർബന്ധമായിട്ട് കൊടുക്കാനുണ്ട്, വേറെ മാർഗമല്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു സെക്ഷനിലേക്കാണ് എന്താവുള്ളൂ, ആ ഇൻഷുറൻസ് ചെയ്തതിൻ്റെ കാര്യം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വന്നുപോയി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ ടീക്കായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ദുആ ചെയ്യുക ആത്മാർത്ഥമായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വരുന്ന ഞായറാഴ്ച വരുന്ന ശനിയാഴ്ച ഒന്നും കൂടി അവിടെ തന്നെ KMCT തന്നെ കാണിക്കണം എന്ന് പറയുന്നുണ്ട്, ശനിയാഴ്ച. അപ്പോൾ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച പോയിട്ട് മോനെ ഒന്നുകൂടി കാണിക്കണം. അവന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ. അവന് ഈ എന്താ പറയുക, ഈ കഫം കുറുകുന്ന ഒരു പ്രശ്നം, അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്ന സമയത്തൊരു ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു ഒബ്സർവേഷൻ തന്നെ ആയിട്ട് കാണണം. അതായത് നമ്മൾ തണുപ്പ് കൊള്ളിക്കാൻ പാടില്ല, പച്ചവെള്ളത്തിൽ കുളിപ്പിക്കാൻ പാടില്ല, അതുപോലെ തന്നെ പച്ചവെള്ളത്തിന് മുഖം കഴുകാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാരും പറഞ്ഞൊരു കാര്യമുള്ളൂ. മെസ്സേജ് വരുന്നുണ്ട്, ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് സൈലന്റ് ആക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് മോഡ് ആക്കി വെച്ചിട്ടാണ് എടുക്കല്. ഇന്നെന്താ അത് വിട്ടുപോയി, പെട്ടെന്ന് വന്ന് ഇരുന്നിട്ടുള്ള എടുക്കലുണ്ട്. കാരണം ഞാനിപ്പോൾ ടൗണിൽ പോയി വന്നിട്ടുള്ളൂ. കാരണം ലോണിന്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് രാവിലെ തൊട്ട് നല്ല ഓട്ടമായിരുന്നു. അത് കൂടാണ്ട് തന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ പോയിട്ടൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ട്, അപ്പോൾ അതും കണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട വണ്ടി നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പുതിയ വണ്ടിയാണ്, പക്ഷെ എന്നാലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളത് ഒഴിവാക്കി. അപ്പോൾ നമ്മളിനി അടുത്തൊരു വണ്ടി നോക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പിന്നെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പിന്നെ സന്തോഷ വാർത്ത രാവിലെ അറിഞ്ഞു, ഹംസ വിത്ത് മിന്നു, ഹംസക്ക ഉപ്പയായി, മിന്നുത്ത ഉമ്മയായി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്. ഹംസക്കാരൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞ് അവർക്ക് കിട്ടി. എന്തായാലും റാഹത്തിലാക്കി കൊടുക്കട്ടെ അല്ലാഹു, അല്ലേ? സന്തോഷത്തിലുള്ള പിന്നെ ജീവിതം ഇനി അവർക്ക് കിട്ടട്ടെ, ഹാപ്പി ആവട്ടെ. അപ്പോൾ എന്തായാലും പിന്നെ ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ കാര്യം ഇതാണ്. വീഡിയോ ഇന്നലെ മിനിഞ്ഞാന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യത്തില്ല. കാരണം മോന് പനി വന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് നല്ല രീതിയിൽ പനി വന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊന്നും ഞാൻ അനങ്ങിക്കില്ല കേട്ടോ. എനിക്ക് എണീക്കാൻ പറ്റാത്ത അങ്ങനെ സ്ഥിതിയാണ്. ഇന്നിപ്പോഴും ഞാനത് ഒരു പാരസിറ്റമോൾ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ തലവേദന നല്ലോണം എനിക്കുണ്ട്, നല്ല വേദനയാണ്, തല വെട്ടിപ്പൊളിയുന്ന പോലത്തെ വേദനയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എല്ലാ ദിവസവും വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നല്ല വീഡിയോസൊക്കെ കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വീൽ ചെയർ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ല താമരശ്ശേരി വെച്ചിട്ടൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് വരുന്ന മാസം 5-ാം തീയതി, ജനുവരി 5-ാം തീയതി. അപ്പോൾ ഞാനും പിന്നെ മിന്നുനെ പോലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പിന്നെ വരാൻ പറ്റുന്നവരൊക്കെ വരിക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. ക്യാഷായിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിക്ക് ഒരു രൂപയാണെങ്കിൽ കൊടുക്കാൻ കഴിയണമെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ആവർത്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉമ്മച്ചി വരുന്നുണ്ട്. ഉമ്മച്ചി പകുതി വൈക്കെത്തി, ബത്തേരെത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയി ഉമ്മാനെ കൂട്ടി വരണം. ബസ് കയറി, അവിടുന്ന് താമരശ്ശേരിയിൽ നിന്ന് ബസ് കയറി ചുരം കയറി കഴിയാനായി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വിളിച്ചപ്പോൾ. അപ്പോൾ ഏകദേശം ഞാൻ എന്തായാലും ഞാൻ ഇവിടുന്ന് ബത്തേരെത്തി ഒരു 5 മിനിറ്റ് ബത്തേരി ടൗണിൽ കൂടി ഒന്ന് കറങ്ങുമ്പോഴത്തേക്ക് ഉമ്മച്ചി ഇവിടെ എത്തും. അപ്പോൾ നേരെ പോയി ഉമ്മാനെ കൂട്ടുക, തിരിച്ചു വരിക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഇന്നിപ്പോൾ വേറെ ഒരു പരിപാടിയില്ല. നാളെ രാവിലെ എണീച്ചിട്ട് സൈറ്റിൽ പോകണം. കാരണം
2 ദിവസമായിട്ട് സൈറ്റിലേക്കൊന്നും പോയിട്ടില്ല. ഒന്നാമത് ഈ പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം ഭയങ്കര ക്ഷീണമായിരിക്കും, പിന്നെ സൈറ്റിൽ പോകാനൊന്നും കഴിയൂല. അപ്പം അതിനൊരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.